അതുപോലെ ഇതിപ്പോ തുടങ്ങി. ഇതിപ്പോ തുടങ്ങി. ഇന്നാ സ്റ്റാർട്ടിങ്. കേക്ക് വല്ല വേണമെങ്കിൽ പറയണേ. ഹോംമേഡാ, ഹോംമേഡ്. എല്ലാവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. പറയാം കൂട്ടി പോട്ടെ. ചേച്ചി കേക്ക് ഉണ്ടാക്കുന്നത് നോക്കി പഠിച്ചോ? പഠിച്ചോന്നോ? ഇതൊക്കെയാണ് നമ്മുടെ പണിയാണ്. Good morning, I feel sexy. One of a kind, mere jaisa koi hai nahi. ഇതാണ് നമ്മുടെ മെഷർമെന്റ്. ഇതിനകത്തോട്ട് മൈദ എടുക്കുക, ഉപ്പ് എടുക്കുക, കുറച്ച് ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് അതൊരു അരിപ്പയ്ക്കകത്തിട്ട് നന്നായിട്ട് അരിക്കുക. ഒരു പേപ്പറിലോട്ട് മാറ്റി വെക്കുക. ഇതിനകത്തോട്ട് 4 മുട്ട പൊട്ടിച്ചങ്ങോട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിനുള്ള സാധനങ്ങളാണ് ഇത്. ഓക്കെ. പിന്നെ ബീറ്റ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന പൊടിയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു അരത്തോളം പാലോട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നേ. അതുകൊണ്ട് ഇതാണ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേ ഇതിനകത്ത് ഇത്തിരി സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് ശകല സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇച്ചിരി മൈദ കൂടി ഇങ്ങനെ സൈഡിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ അടിച്ചു വെച്ചേക്കുന്ന സാധനം എല്ലാം ഇതിനകത്തോട്ട് എടുക്കുക. എന്നിട്ട് നേരെ തന്നെ ഈ പാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് വെക്കുക. ഇതടയ്ക്കുക. ഒരു ലോ ഫ്ലെയിമില് നമ്മൾ ഗ്യാസ് ഇറക്കി വെക്കുക. അത്രയുള്ള കാര്യം. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റി? ഞാൻ ആരാ? ഹലോ, അതെ, അക്വസ് പി കേക്ക് വേണ്ടാണ്. നമുക്കൊരു കേക്ക് വേണമായിരുന്നു. പിന്നെന്താ? എഴുതിക്കോ. പറഞ്ഞു. അപ്പു മോൻ ഹാപ്പി ബർത്ത്ഡേ, ഒന്നാമത്തെ പിറന്നാൾ ആശംസകൾ. APPUMON അല്ലേ? അപ്പു മോൻ. അപ്പി മോൻ എഴുതല്ലേ? ഇല്ല. 2 മണിക്കൂറിനുള്ളിൽ വേണം കേട്ടോ. പിന്നെന്താ? ശരി. അഡ്രസ് മലയാളം, പിന്നെ പണിയില് കഴിക്കതില്, പിന്നെ പിയോ. ഓക്കെ ചേച്ചിയെ, ആദ്യത്തെ ഓർഡർ വന്ന് കൊടുക്കണം. കടമൊന്നും പറയാൻ നിൽക്കരുത്. എമൗണ്ട് അറിയാലോ, 950. റെഡ് വെൽവെറ്റ്. ഹലോ, കേക്കിന് ഓർഡർ തന്നായിരുന്നു. ദാണ്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ് വണ്ടി തിരിച്ചിട്ടിരിക്കുക. 10 മിനിറ്റിനുള്ളിൽ അവിടെ കൊണ്ട് തന്നേക്കാം. അതെ, ഇറങ്ങണ്ടെന്ന് പറയാൻ വിളിച്ചതാണ്. മോന് ആ കേക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ കേക്ക് മേടിച്ചു. അതെന്തുവാ? ഓർഡർ ക്യാൻസൽ. അഡ്വാൻസ് മേടിച്ചായിരുന്നോ? ആദ്യത്തെ ഓർഡർ ആയതുകൊണ്ട് മേടിച്ചില്ല ചേച്ചി. പിന്നെ ഇതിന്റെ ഈ മണ്ടയ്ക്കത്തെ എഴുത്ത് മാത്രം കൈകൊണ്ട് തൂത്ത് കളഞ്ഞിട്ട് വേറെ വല്ല എഴുതാൻ പറ്റുമോ? ഞങ്ങളുടെ കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയായിരുന്നു. ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ? കൊണ്ടുവരുക. സ്പോട്ട് തന്നെ എത്താറായി. ഓ ശരി. എത്തി. കണ്ട് ബർത്ത്ഡേ ആയോണ്ടാന്ന് തോന്നുന്നു എല്ലാരും കൂടിയിട്ടുണ്ടല്ലോ. എനിക്കും ഉണ്ട് കുറെ കൂട്ടുകാര്. കേക്കും ഇല്ല, ഒന്നുമില്ല. ചേട്ടോ, എടാ എന്തുവാടാ കാണിക്കാൻ പോന്നെ? അതെ, ആരെങ്കിലും ഈ കേക്കൊന്ന് മേടിക്കാവോ? ചാക്കള ഇങ്ങനൊക്കെ അടിക്കാടാ, കത്തുകൂടാവൻ. അതെ, ഈ കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. മതി കേട്ടോ. എഴുന്നേക്കടാ. അവന് അനക്കൊന്നും ഇല്ലല്ലോ. ഞാൻ വരുവാ, 1 മിനിറ്റ്. അയ്യോ, എനിക്ക് വെള്ളം പറഞ്ഞു, ഞാൻ പോട്ടെ. ഇവരത്തെ എല്ലാരും ഓടിയല്ലോ. അയ്യോ, കേക്ക് കൊണ്ടുവന്ന പയ്യൻ എന്തേ ഒരു പയ്യനെ തല്ലിക്കൊന്ന്. അങ്ങനെ വീട് എവിടായിരുന്നു? അമ്മാവാ, ഈ കേക്ക് ഇവിടെ ആരോ. കേക്ക് ക്രീം വേണോ? ക്രീം കേക്ക്. എനിക്കാ. അയ്യോ, പൈസ കിട്ടിയില്ല. കേക്ക് എന്തി ഓർഡർ ചെയ്തേ? കേക്ക് അമ്മാവൻ മേടിച്ചോണ്ട് പോയല്ലോ. ഏതമ്മാവൻ? ഈ വീട്ടിലെ അമ്മാവൻ. ഈ വീട്ടിലെ അമ്മാവനോ? എടാ, ഞാനാ കേക്ക് ഓർഡർ ചെയ്തേ. നീ അങ്ങേരുടെ കൈ കൊണ്ടുവന്ന് കേക്ക് കൊടുത്താ? കൊടുത്ത്. കേക്ക് കിട്ടിയപ്പോഴേ ഓടി അങ്ങ് പോയി. പൈസ ഒന്നും തന്നില്ല. അങ്ങേർക്ക് ഹൈ ഷുഗറാ. ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ ഇറങ്ങി ഓടിയതാ, ക്രേവിങ്സ് കാരണം. ഇങ്ങോട്ട് പാടോ? അങ്ങോട്ടാ ഓടി. അവിടെ കപ്പുതോ ഇരിക്കുന്നു. മാവോ, ഓയ്
അണ്ണ ഒന്ന് വാണ പിടിക്കാണ് ആശുപത്രി കൊണ്ടുപോകണ ഇതിനെ. കാര്യം ഉണ്ടായിരുന്നോ? ഞാനെന്തോ ചെയ്തതാ? ഹലോ, അതെ ഈ മതിലൊക്കെ ചാടി എന്നെ എന്തിനീ കേക്ക് കൊടുക്കാൻ ഇവിടെ കൊണ്ടുവരുന്നേ? ചേട്ടാ, രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയില്ല ചേട്ടാ. ഇന്ന് അവളുടെ ബർത്ത്ഡേ. ഒരു കേക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ചേട്ടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലയോ? അതുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്യുന്നു. നമുക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടാവുമോടെ? ചേട്ടന് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, ഉറപ്പാ. അത് മതി. എടാ, ഇത് ഫുള്ള് കാടാണല്ലോ. ചേട്ടാ, കാട് കഴിയാറായി. ആ കുറ്റിക്കാട് കഴിഞ്ഞാൽ അവളുടെ വീടാ. നേരെ കാണുന്നുണ്ടോ? അവളുടെ അടുക്കളയാ. ചേട്ടാ കൊടുത്താ മതി അവിടെ, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ മെയിൻ ഗേറ്റിൽ കൂടെ അങ്ങ് പോയാ പോരെ? ആ വഴി എനിക്ക് അറിയൂല ചേട്ടാ, അതുകൊണ്ടല്ലേ. ഓ ചേട്ടാ വിട്. ഇനി കണ്ടതേ ഒരു 25 സ്റ്റെപ്പ് കൂടെ എത്തി വെച്ചോ. 1 2 3. ഞാൻ അടുക്കള വാതിലെത്തി. ഇനി എന്തോ ചെയ്യണം? ചേട്ടാ, അടുക്കള വാതിലില് ഒരു 3 വട്ടം കൊട്ടുക. കൊട്ടിയേ. 1 2 എനിക്ക് കേക്ക് വേണ്ടി വന്നാണോ? ആ അതെ ചേട്ടാ, പിന്നെ ആ ഐ ലവ് യു മൈ സ്വീറ്റ് ഹേർട്ട് എന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ആ ശരി റൊമാൻറ്റിക് ആയിട്ട്. ശരി. എനിക്ക് പറയാൻ പറ്റാത്തോണ്ട്. ഓക്കെ ഐ ലവ് യു മൈ സ്വീറ്റ് ഹാർട്ട്. അപ്പൊ നിന്റെ സ്വീറ്റ് ഹേർട്ട് ആയിരുന്നല്ലേ ഇത്? അപ്പൊ നീ ആ മെസ്സേജ് അയക്കുന്നേ, വിളിക്കുന്നൊക്കെ അല്ലേ? കുട്ടിയുടെ ബ്രദർ ആയിരിക്കും. ചേട്ടാ, പ്രണയത്തെ ഒന്നും എതിർക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ കൂട്ടിക്കത്തില്ല. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. ഞാൻ സപ്പോർട്ട് ചെയ്യണം. അവളുടെ ഹസ്ബൻഡാ. അർജുനെ, നീ വന്നടാ. നീ ആയിരുന്നല്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ വരുത്തുപോക്കത് വല്ലാത്തൊരു പോക്കാണ്. നീ ഇവിടെ കെട്ടിയെടുത്തോളൂ. അല്ലേലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. പോയിട്ടായി. അല്ലാത്ത പോലെ ചേരാൻ പറ്റുമായിരുന്നല്ലോ. ഇനി മുറിക്ക്. മുറിക്കടാ അങ്ങോട്ട്. എടുത്ത് അവളെ അണ്ണായി കുത്തിക്കയറ്റ്. കുത്തി കേട്ടടാ അങ്ങോട്ട്. ആരോഗ്യമില്ല നിനക്ക്. നിനക്ക് മതില് ചാടാൻ ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ. പിന്നീട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ഇതും കൂടെ നീ തിന്നങ്ങ് കേട്ടോ. തിന്ന് നീ ആഘോഷിക്കും. കിട്ടില്ലെന്ന് സന്തോഷിക്കണ്ട. നീ തിന്നടി. ഫേഷ്യലാക്കും.